നമ്മളെ ഈ രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നവർ, ആശ്ലേഷിക്കുന്നവർ, അഭിമാനിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്ത തരം ആളുകളുണ്ട്. ഈ മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് വളരെ രസകരമായൊരു സംഗതിയാണ്. നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി നോവൽ പോലെ, ചില സിനിമകൾ പോലെയുള്ള വളരെ ത്രില്ലിങ്ങായ എക്സ്പീരിയൻസാണ് നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ. ഈ മനുഷ്യനെ നമുക്ക് രണ്ട് സന്ദർഭങ്ങളിലാണ് മനസ്സിലാക്കാൻ ഒക്കുന്നത്. നമ്മളൊരു ഓൺ ആൻ ആവറേജ് നമ്മുടെ കാര്യമൊക്കെ നോക്കി നമ്മുടെ ലോകത്ത് മാത്രം ഒതുങ്ങി, നമ്മുടെ പറമ്പിൽ ഒതുങ്ങി നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് മുട്ടിയും തട്ടിയും പോയാൽ ഇവരെ ഒരു വ്യാപകവും പൂർണ്ണമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയാണ്. അവരുടെ കച്ചവടം, തിരിച്ച് വീട്ടിൽ വരും, സമയമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങും, വൈകുന്നേരം ചിലപ്പോൾ കുടുംബമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോവും, പറമ്പിലൊക്കെ തെങ്ങും തൈ വെക്കും, പിന്നെ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഇത്തിരി കോഴിയെ വളർത്തും, പിന്നെ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഏർപ്പാടുകളും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോരും. അവർ ഈ സാമൂഹ്യ മാധ്യമം, വാർത്താമാധ്യമം ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കും, സന്തോഷിക്കും എന്നുള്ളതിനപ്പുറം കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ചൊരു കാര്യമില്ല. എന്നാൽ ഇതല്ലാത്ത രണ്ട് തരം സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, നമ്മളങ്ങ് തകർന്ന് തറയിൽ വീഴുന്നൊരു സന്ദർഭമുണ്ട്. ഈ തകർന്ന് നമ്മൾ തറയിൽ വീഴുന്ന സന്ദർഭത്തിൽ നമ്മളോട് വലിയ ഇഷ്ടവും സ്നേഹവും ഒക്കെയുള്ള ചില ആളുകൾ എന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കെന്തുവാ സംഭവിച്ചതെന്നറിയാൻ സ്നേഹപൂർവ്വം നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തിരക്കും. ഇങ്ങനെ പോകുന്ന കുറേ പേരുണ്ട്. പിന്നെ നമുക്കെന്തെങ്കിലും കിട്ടി, നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞു, എവിടെങ്കിലും ഒന്ന് കേട്ടാൽ അപ്പം തന്നെ സൈക്കിളെടുത്ത് ഏണിയും എടുത്ത് സ്വന്തം നിലയിൽ ചെയ്യാൻ പറ്റില്ല എങ്കിൽ വേറെ കുറച്ച് പേരെ സംഘടിപ്പിച്ച് അതും ഇതുമൊക്കെ എഴുതി ആശ്വാസം കൊള്ളുന്നവരുണ്ട്. ഇപ്പം നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പുകഴ്ത്തി എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എതിരെ കമൻ്റ് എഴുതുന്നവർക്ക് മാത്രമാണ് എതിർപ്പുള്ളത് എന്നാരും വിശ്വസിച്ച് കളയരുത്. ഒരുപാട് പേർ എതിർപ്പുണ്ട്, അത് ഭയങ്കര ഉള്ളിലൊതുക്കി യവൻ അങ്ങനെ നന്നാകാൻ പാടില്ല, യവൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല, അവൻ രക്ഷപ്പെടേണ്ടവനല്ല, എന്നാൽ അവൻ രക്ഷപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഒരു ഗുണമില്ല, മനസ്സിനൊരു സുഖമുണ്ട്. അത് അനുഭവിക്കാൻ വേണ്ടി കടിച്ചു പിടിച്ച് ഒന്നും അനങ്ങാതങ്ങിരിക്കും കുറച്ച് പേര്. അങ്ങനെ പോലും അടങ്ങിയിരിക്കാൻ കഴിയാത്ത അത്രയും അസ്വസ്ഥത എല്ലാ അവയവങ്ങൾ കൂടി ഉണ്ടാക്കുന്നവരാണ് അതിൻ്റെ അടിയിൽ വന്ന് എതിരെ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇത് സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, കമിഴ്ന്ന് കിടക്കുന്നു. ഏറ്റവും ഒരാൾക്ക് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആയിട്ടുള്ള ഒരസുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കടുത്ത അസൂയ, മറ്റൊരാൾ നന്നാവുന്നതിലോ എന്തെങ്കിലും ആകുന്നതിലോ ഉള്ള കുശുമ്പും വിഷമവും വേദനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിൻ്റെ രോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ ഭാര്യമാർ ജീവിക്കുന്നത് വലിയ പാടുപെട്ടായിരിക്കും. ഇനി പുതിയ ജനറേഷനിലെ മക്കൾ സത്യം പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കാലത്ത് അവരെടുത്ത് കിണറ്റിലിട്ട് കളയും. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ അവരാണ് ഈ പറയുന്ന രഹസ്യമായി ഇതെല്ലാം സഹിച്ചിട്ടും പറ്റാതെ ഇതെടുത്ത് വീശിക്കളയുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവരെങ്ങനെയാണെന്നറിയോ? നമ്മളെ എവിടെയെങ്കിലും ദ്രോഹിക്കുന്ന എഴുതുന്നതോ കമൻ്റ് എഴുതുന്നതോ വല്ലതും കണ്ടാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എടുത്ത് നമുക്കിട്ട് തരും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാണാത്തതാണെങ്കിൽ കണ്ടോട്ടെ, കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ചെയ്ത് അവനുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കുരുക്കട്ടെ, അങ്ങനെ കുരുത്തടിക്കുമ്പം കാണുന്നൊരു സുഖം കിട്ടട്ടെ. പിന്നെ ചില ആളുകളാണെങ്കിലോ രഹസ്യമായി നമ്മളെ വിളിച്ച് ഒന്നെങ്കിൽ ആവേശം കൊള്ളിക്കും, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കും. അവർ മറ്റേടത്തൊന്നും മിണ്ടത്തില്ല, ഒരക്ഷരവും പൊതുപതലത്തിൽ മിണ്ടത്തില്ല. നമ്മടുത്ത് വിളിച്ചിട്ട് പറയും, വെറും കള്ളൂടിയല്ലയോ എന്ന്, അവൻ വെറും പന്നേനല്ലയോ എന്ന്, അവനൊക്കെ എഴുതുന്നതിന് നമ്മളെന്തിനാ പറയാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ പറയും. എന്നാലോ നമ്മളെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളവരും നമ്മളെ പല നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരും നമ്മളെ ഇൻ ആൻഡ് ഔട്ട് ഒരു സ്കാൻ ചെയ്യുന്ന പോലെ അറിയാവുന്നവരായിരിക്കും
ഈ പറയുന്നതെല്ലാം ചെയ്യുന്ന എന്ത്? നിശബ്ദമായി ഇത് ആസ്വദിക്കുന്നവർ, വേണമെങ്കിൽ നമ്മളെ ഒന്ന് സൈസാക്കി നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ട് വേറൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇത് ചെയ്യുന്നവർ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇതുപോലെ തന്നെ വേറൊരാളുകളാണ്, ഇതൊക്കെ ഞാൻ സാമൂഹ്യ മാധ്യമ ലോകവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മൾ ഒരുപാട് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവർ വേദനിച്ചപ്പോഴൊക്കെ നമ്മൾ മുന്നിലെത്തിയിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ നമ്മൾ സംഗതി കിട്ടിയിട്ടുണ്ടാവും. അവരിൽ കുറേ പേർ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവുകയോ പ്രശ്നം വരികയോ ചെയ്യുമ്പം അവരൊരു തലങ്ങണി എടുത്ത് വെച്ച് കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങും. ഇനി ഇതെല്ലാം അങ്ങ് ശാന്തമാവുമല്ലോ. അങ്ങനെ എന്തെല്ലാം കൊടുങ്കാറ്റ് ശമിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ പൊന്മുടിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈ വഴി ക്ലിയർ ആവുന്നത് തന്നെ കാറ്റ് വരുമ്പോഴാണ്. കാറ്റ് വന്ന് ഈ മൂടൽമഞ്ഞ് മുഴുവൻ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴാണ് വഴി ക്ലിയർ ആവുന്നത്. അപ്പോൾ ആ കാറ്റെല്ലാം മാറി വഴിയെല്ലാം ക്ലിയർ ആയി കഴിയുമ്പം ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു, ഇതായിരുന്നു, അതായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഒറ്റപ്പെട്ട ചില ആളുകളുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങളും വെടിവെപ്പും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിയുടെ 2-3 വലിപ്പങ്ങൾ ഇങ്ങനെ തള്ളിത്തരുന്നവർ എന്ന് പറഞ്ഞാൽ, നിനക്ക് സമയമുള്ളപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് കയറ്റി വിട്ടോ, ഇതങ്ങ് എടുത്തു വെച്ചോ, ഇതങ്ങ് എടുത്ത് വിട്ടോ എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇതിൻ്റെ എല്ലാ നടുവിലൂടെ വേണം നമ്മളെങ്ങനെ നടന്നു പോകാൻ, വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റഡിയായി സന്തോഷത്തോടെ നമ്മളിങ്ങനെ പോകാൻ. ഇവിടെ സഞ്ചരിക്കുമ്പം എന്നെ നയിക്കുന്ന 2 ഫിലോസഫികൾ ഞാൻ ഇന്നാളെ ഒന്ന് പറഞ്ഞു. ഏത്? 1000 പേർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ പടച്ചവൻ നമ്മുടെ തലയിൽ അത് ഇടാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നീ ഒന്നുമേ ഭയപ്പെടണ്ട. ഇനി ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും തടയാനും ഒക്കില്ല. ഇനി അഥവാ നമ്മൾ ചെയ്ത നന്മയുടെ ഭാഗമായിട്ടാണെങ്കിൽ ചിലപ്പോൾ അതൊരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടലായിരിക്കും ഇതൊക്കെ. രണ്ടാമത്തെ ഒരു നാടൻ ഫിലോസഫി എന്താണെന്നറിയോ? നമ്മൾ ഈ മൃഗശാല കാണാൻ പോവില്ലേ, വലിയ വലിയ സൂ, ഇവിടുത്തെയൊക്കെ അല്ല, വലിയ നമ്മൾ ഈ പിന്നെന്താ പറയുന്നത്, കർണാടകയിലൊക്കെ പോകുമ്പോൾ, ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ ഉള്ള ആ മൃഗശാലയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ചുറ്റിനും, വന്യമൃഗങ്ങൾ. അതിൻ്റെ ഇടയിലൂടെ നമ്മളെപ്പോലെ ഇത് കാണാൻ വരുന്ന കുറച്ച് മനുഷ്യർ, അതിൽ കൂടുതൽ മൃഗങ്ങൾ. അതിനെല്ലാം നമ്മൾ കാണുന്നു. ആ ഓരോ മൃഗങ്ങളും അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. നമ്മളതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും, ആ കുരങ്ങേ, ആ സിംഹമേ, ആ പുലിയെ, ആ കടുവയെ, ആ കഴുതയെ, ആ നരിയെ ഇങ്ങനെ സഞ്ചരിച്ചങ്ങ് പോകണം. ദാറ്റ് ഈസ് ദ മീനിങ് വേ ഓഫ് ലിവിങ് ഇൻ എ സൊസൈറ്റി നൗ എ ഡേയ്സ്. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അത് പറഞ്ഞു എന്നേ ഉള്ളൂ.